ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കാണേ. അപ്പോൾ ഇന്നൊരു ഈസി ആയിട്ടൊരു ഇടിയപ്പം ഉണ്ടാക്കുന്നത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇടിയപ്പപ്പൊടി ഇല്ലാതെ തന്നെ നമുക്ക് ഇടിയപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കാവേ. അപ്പോൾ ഞാനിന്ന് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ തലേന്ന് രാത്രിയിലെ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴുകി വാരി മിക്സിയുടെ ജാറിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ചായ വെച്ചു. ചായ ഇട്ടു, അതിന് ഇഞ്ചിയൊക്കെ ചീകിയിട്ടു. ചായ കുടിച്ചാലേ ഒന്ന് ഉഷാറായി വരുള്ളൂ. അപ്പോൾ രാവിലെ ഇപ്പോൾ കുളിയൊക്കെ അങ്ങ് കഴിയും. കാരണം നല്ല ചൂടാണ്. എഴുന്നേറ്റ് വരുമ്പോഴേ വിയർത്ത് കുളിച്ചാണ് വരുന്നത്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ ചായയൊക്കെ ഇട്ട് കുടിച്ച് കഴിഞ്ഞിട്ട് പരിപാടിയിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അരി കഴുകി വാരി വെച്ചേ. ഇപ്പോൾ തലേന്ന് രാത്രി ഇടണമെന്നോ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെച്ചാലും മതിയേ. എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? കൂട്ടുകാർക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കുന്നത്. പിന്നെ ചൂടാണ്. പിന്നെ നമുക്ക് മഴയൊക്കെ ആദ്യത്തെ മഴയൊക്കെ കിട്ടി. അതൊക്കെ എന്തായാലും എന്താ പറയുക, ആദ്യത്തെ ഒരു മഴ പെട്ടെന്ന് ഒന്ന് കാലം തെറ്റി വന്നതുപോലൊരു മഴ വന്നു. ഒരു 2-3 ദിവസം ഒന്ന് പെയ്തു. ശരിക്ക് പെയ്തതൊന്നുമില്ല, പെയ്ത് മാറി അങ്ങ് പോയി. പിന്നെയും പഴയതുപോലെ നല്ല ചൂടും ഭയങ്കര ഇതൊക്കെയായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് 2 കപ്പിലായിട്ട് ചായയൊക്കെ എടുത്തു. ഗ്ലാസ്സെന്ന് പറഞ്ഞു, അതാ ഓർമ്മ വരുന്നത് എപ്പോഴും. അപ്പോൾ ചായയൊക്കെ എടുത്തു. ഒന്ന് കെട്ടിയവനും കൊണ്ട് കൊടുത്ത് ഒന്ന് ഞാനും കുടിക്കാമെന്ന് വിചാരിച്ചേ. അപ്പം അങ്ങനെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഇടിയപ്പം എന്താണെന്ന് വെച്ചാൽ, അരി കുതിർത്ത് വെച്ചല്ലോ. ഇനി അതിനകത്ത് ആവശ്യമനുസരിച്ച് അരയാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ അങ്ങ് അരയണമെന്നില്ല. നമ്മൾ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാനായിട്ട് എങ്ങനെയാണ് നമ്മൾ മാവ് കുഴയ്ക്കുമ്പം അതേപോലെ ആ ഒരു ഇതിൽ നമുക്കൊന്ന് അരച്ചെടുക്കാവേ. അങ്ങനെ നല്ലതുപോലെ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞ് അപ്പം അതിനകത്ത് വെള്ളം നമ്മൾ അരയാനുള്ളതാണല്ലോ ഒഴിച്ചത്. പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ഞാൻ അരി കഴുകി വെച്ചപ്പോൾ തന്നെ ഞാൻ അതിനകത്ത് ഉപ്പിട്ട് കൊടുത്തായിരുന്നു. കണ്ടോ, ഇതുപോലെ ഇളക്കിയിട്ട് ഇതുപോലെ നമ്മൾ നല്ല കുറച്ച് എന്താ പറയുന്നത്, ഇച്ചിരി വെള്ളമായിട്ട് നമ്മൾ പാലൊക്കെ എടുക്കുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ കുറച്ച് വെള്ളമായിട്ട് എടുക്കണമേ. എന്നിട്ട് ഇത് ഇനിയൊരു ചീനിച്ചട്ടിയോ അല്ലെങ്കിൽ ഒരു പാത്രം വെച്ച് കൊടുക്കാം. നമുക്കിത് ഒന്ന് എന്താ പറയുക, നമ്മൾ ഈ കപ്പിയൊക്കെ കാച്ചി എടുക്കുന്നത് പോലില്ലേ, അങ്ങനെ നമ്മൾ ഇടിയപ്പം പൊടിയാണെങ്കിലും നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് കുഴച്ചെടുക്കത്തില്ലേ, ആ രീതിയിലായിട്ട് എടുക്കാനായിട്ട് ആദ്യം ഞാനൊരു ഉരുളിയാണ് വെച്ചത്. എന്നിട്ട് അത് വെച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഈ മാവ് നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് പതിയെ തീ ആദ്യം ഒന്ന് കുറച്ച് ഇല്ലെങ്കിൽ കയറിയങ്ങ് ഇതാവും. കുറച്ചൊന്ന് ഒരു മീഡിയം ഇതിലിട്ട് കൊടുത്തിട്ട് നമുക്കിത് ഒഴിച്ച് കൊടുത്തിട്ട് ചെറുതായിട്ട് നമുക്കിങ്ങനെ പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കാവേ. ഇളക്കി ഒരു എന്താ പറയുന്നത്, പിന്നെ കുറച്ച് ആ ഒഴിച്ച് കഴിയുമ്പോൾ ഒന്ന് തീ കൂട്ടി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ ആദ്യമേ ഇട്ട് തന്നെ എടുത്തതേ. അതുകൊണ്ട് പിന്നെ ഇല്ല ഞാൻ ആ മിക്സിയുടെ ജാറും കൂടെ കഴുകി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് ഇങ്ങനെ പതിയെ ഇങ്ങനെ കിണ്ടി കൊടുക്കുക എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഇളക്കി ഇതേണ്ട ആ പരുവാവുന്നത് കണ്ടോണേ. ഇളക്കി ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം. എന്താ പറയുന്നത്, ഒരു ഈസി പണിയെന്ന് പറയാൻ ഇച്ചിരി ഇളക്കുന്ന കൈയൊക്കെ ഇച്ചിരി വേദന എടുക്കുമായിരിക്കും. എന്നാലും ഇടിയപ്പപ്പൊടി ഇല്ലാത്ത സാഹചര്യത്തിലോ അല്ലെങ്കിൽ ഇടിയപ്പപ്പൊടി ഉണ്ടെങ്കിലും നമ്മൾ എന്താ പറയുക, വെള്ളം തിളപ്പിച്ച് കുഴച്ചെടുക്കണമല്ലോ. പക്ഷേ ഇത് നല്ല എന്താ പറയുക, ഇടിയപ്പം നല്ല സൂപ്പറായിട്ടിരിക്കും. കാരണം ഞാൻ ഒരുപാട് തവണ ഞാനിതിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനും ഒരു വീഡിയോയിൽ കണ്ടതാണ്. നമ്മുടെ ഒരു ചേച്ചി, ആ ചേച്ചിയുടെ പേര് ഞാൻ വിട്ടുപോയി, ആ ചേച്ചി ഉണ്ടാക്കുന്നത് ഞാനിങ്ങനെ കണ്ടതാണ്. എന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ശരിയാവുമോ എന്നൊക്കെ ഒന്ന് സംശയിച്ച് നിന്നിട്ട് ഞാനും ഉണ്ടാക്കി നോക്കി. പക്ഷേ അടിപൊളിയാണ് കേട്ടോ. എനിക്കത് മനസ്സിലായി. ഞാനിപ്പോൾ ഇടിയപ്പം ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത്. കാരണം ഇവിടെ നമ്മൾ പൊടിക്കാനൊക്കെ എന്താ പറയുന്നത്, മില്ലിലൊക്കെ കൊടുത്താലും ഇവിടെ ഏറ്റവും കൂടുതൽ ഗുജറാത്തിലെല്ലാവരും ഗോതമ്പും പിന്നെ ഈ വജറയെന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, നമ്മുടെ ഗോതമ്പിൻ്റെ തന്നെ അവർ റൊട്ടി ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ ആ മെഷീൻ അതൊക്കെ പൊടിക്കുന്ന മെഷീനിലിടുമ്പോഴത്തേക്ക് ഈ നമ്മൾ കൊടുക്കുന്ന അരിയുടെ കളറ് ഒരുമാതിരി ചുമന്നൊരു ഇതായിട്ട് വരും. അതുകൊണ്ട് ഞാനിപ്പോൾ പൊടിക്കാൻ കൊടുക്കാറില്ല. ഞാൻ ആദ്യമൊക്കെ കൊടുക്കുമായിരുന്നു. നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കി കൊണ്ട് കൊടുത്താലും അവർ പൊടിച്ച് തരുമ്പോഴത്തേക്ക് ആ കളർ വല്ലാതിരിക്കും. അപ്പോൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പം കളറേ ഉണ്ടാവില്ല, ഒരുമാതിരി ചുമന്ന് കറുത്തൊക്കെ ഇരിക്കും. അപ്പം ഞാനതുകൊണ്ട്
അപ്പം ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും പുട്ടുപൊടിയൊക്കെ ആണെങ്കിലും അരി വെള്ളത്തിലിട്ടിട്ട് പൊടിച്ചെടുക്കുക, അങ്ങനെയാണ്. പിന്നെ ഇടിയപ്പം ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ, നമുക്ക് 4 പേർക്കുള്ളതല്ലേ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഈ പരുവത്തിലായി വരും. നല്ല നമ്മളൊന്ന് തൊട്ട് നോക്കുമ്പോൾ നല്ല മയം പോലെ നമുക്ക് തോന്നും. ഈ ഒരു പരുവത്തിലാക്കി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ചൂടൊന്ന് ആറാനായിട്ട് വെക്കണം കേട്ടോ, അല്ലാതെ ഉടനെ ചെന്ന് കൈയിട്ട് പുള്ളി വാരി അവിടെ ഇരിക്കും. അതുകൊണ്ട് ഞാനതൊന്ന് തണുക്കുന്നിടം വരെ ഇരുന്ന്, എന്നിട്ടും നല്ല ചൂടുണ്ട്, ചൂട് ഉണ്ട് ആ കുഴയ്ക്കുമ്പോഴും. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ കൈ കൊണ്ട് കുഴച്ച് നല്ല മയമാക്കി എടുത്താൽ മതി. നല്ല സൂപ്പറായിട്ട് വരും. എന്നിട്ട് നല്ല കളറും ഉണ്ട്. എന്താ പറയുക, നമ്മൾ ഇടിയപ്പപ്പൊടിയൊക്കെ മേടിച്ചുണ്ടാക്കുന്നത് പോലെ ഇടിയപ്പത്തിന് നല്ല കളറും ഒക്കെ. അങ്ങനെ ഞാൻ കുഴച്ച്, കാരണം നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നല്ല മയമായിട്ട് വരും. അപ്പോൾ ഞാൻ അതിന് മുമ്പ് തന്നെ ഈ സേവനാഴിയില്ലേ, ഇടിയപ്പത്തിൻ്റെ അച്ച്, അതൊക്കെ കഴുകി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അതും ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടും ഒക്കെ കഴുകി തന്നെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇത് നല്ലതുപോലെ കുഴച്ച് നല്ല മയത്തിലാക്കി എടുത്തിട്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. സൂപ്പർ സംഭവം, ഇങ്ങനൊന്ന് ഉണ്ടാക്കി നോക്കണം. അതാണ് ഇടിയപ്പപ്പൊടി തന്നെ ഇല്ലാതെ തന്നെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് രാവിലെ ഉണ്ടാക്കാനാണെങ്കിൽ ഞാൻ തലേന്ന് രാത്രിയിലെ വെള്ളത്തിൽ അരി ഇട്ട് വയ്ക്കും. എന്നിട്ട് പിറ്റേന്ന് രാവിലെ എടുത്ത് അരച്ചുണ്ടാക്കും. ഇപ്പം വൈകിട്ടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉച്ചയ്ക്കിട്ടാലും രാത്രിയിലൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ പോലും ഉച്ചയ്ക്കിട്ടാലും ഒരു 4-5 മണിക്കൂർ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയാൽ മതിയല്ലോ, നല്ലപോലെ. പിന്നെ ഓരോരുത്തരുടെ മിക്സിയുടെ ഇതനുസരിച്ച് മിക്സിയുടെ ഇതുപോലെ ഇരിക്കും. പിന്നെ ചിലരെന്ന് പറയാൻ എൻ്റേതാണ് കേട്ടോ, എൻ്റെ അത്രയ്ക്ക് നല്ലതായിട്ട് അങ്ങോട്ട് അരയുന്ന ഒരു ഇതൊന്നുമല്ല. എനിക്കിനി നാട്ടിലൊക്കെ പോകുമ്പോൾ വേണം സുജാതയുടെ ഒരു മിക്സിയൊക്കെ മേടിക്കാൻ. എൻ്റെ മിക്സി അത്ര പോരാ. കാരണം ഇവിടെ നമ്മൾ ചോദിച്ചാൽ സുജാത എന്ന് പറയുന്ന മിക്സിയുടെ കാര്യം ചോദിക്കുമ്പോൾ ഇവിടെ ഇല്ലെന്നാ പല കടയിൽ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറേ കയറി ഇറങ്ങി. പിന്നെ ഓൺലൈനിൽ മേടിക്കാൻ എനിക്കത്ര അങ്ങോട്ട് വിശ്വാസമില്ല. നമുക്ക് ആമസോണിൽ നിന്നൊക്കെ ആണെങ്കിലും ചിലപ്പോൾ വല്ല പണിയും കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും. അതുകൊണ്ട് നാട്ടിലെങ്ങാനും പോകുമ്പോൾ വാങ്ങണമെന്നാണ്. അപ്പം സുജാതയുടെ മിക്സിയൊക്കെ ആണെങ്കിൽ ഒരു 3-4 മണിക്കൂറൊക്കെ ഒന്ന് കുതിർത്തെടുത്താൽ മതി, നല്ല സൂപ്പറായിട്ട് അരഞ്ഞ് കിട്ടും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വാവ വന്ന് കാര്യമൊക്കെ പറയുന്നുണ്ട്. അവനോടും ഒന്ന് സമാധാനിപ്പിച്ചൊക്കെ വിട്ട്. രാവിലെ എഴുന്നേറ്റ് വരുമ്പം പുള്ളി ഇച്ചിരി മൂഡ് ഔട്ടായിട്ടൊക്കെ ആയിരിക്കും വരുന്നത്, നമ്മളെ കണ്ടില്ലെങ്കിലും. അപ്പോൾ അത് കഴിഞ്ഞ് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലോട്ട് ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടിയതൊക്കെ ഇട്ട് കൊടുത്തു. അപ്പം കറിയായിട്ട് നമുക്ക് രാത്രിയിൽ ഞാൻ വെച്ച ചിക്കൻ കറിയുണ്ട്. രാത്രി ചിക്കൻ കറിയും ചപ്പാത്തിയായിരുന്നു. അപ്പോൾ അത് കുറച്ചിരിപ്പുണ്ട്. അപ്പോൾ രാവിലത്തേക്ക് കറിയായി. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച രാവിലെ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ കണ്ടോ, മാവൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ എൻ്റെ ഇഡ്ഡലിത്തട്ടിൻ്റെ ഒക്കെ പിടിയും എല്ലാം പോയി. ഇവിടെ വന്ന സമയത്തെങ്ങാണ്ട് ഇവിടെ ഒരു അന്നുണ്ടായിരുന്ന മലയാളി കടയിൽ നിന്ന് ഞാൻ വരുത്തിച്ച് വാങ്ങിയതാണ്. പക്ഷേ അതിനത്ര കട്ടിയൊന്നുമില്ല ഇഡ്ഡലി പാത്രത്തിന്. അപ്പോൾ അതിൻ്റെ ഇതെല്ലാം പോയി പന്നലായി. ഇനി അതൊക്കെ ഒന്ന് നാട്ടിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നോക്കണം, ഫ്ലിപ്കാർട്ടിലെങ്ങാനും നോക്കണം, നല്ല ഒരെണ്ണം വാങ്ങണം. കണ്ടോ, നല്ല സൂപ്പറായിട്ട് വരും, നല്ല മയം കണ്ടോ, നല്ല രീതിയിൽ വരും. ചില സമയത്തൊക്കെ ഞാൻ പൊടിയിൽ കുഴച്ചാൽ, ഇടിയപ്പപ്പൊടിയിൽ കുഴച്ചാൽ പോലും ഇത്രയും ഇതായിട്ട് വരത്തില്ല. ചില സമയത്ത് നല്ല ബലം പിടിക്കണം. പക്ഷേ ഇത് നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കണ്ടോ, ഒരു വട്ടമെങ്കിലും ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയാമായിരിക്കും, ഈ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. കാരണം ഞാനും ഒരു വീഡിയോയിൽ കണ്ടതാണല്ലോ, അപ്പം എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമുക്കെല്ലാം ഇനിയും പീച്ചി, എന്താ പറയുക, ഇടിയപ്പം പീച്ചുക എന്ന് പറയുമല്ലോ, ഇടിയപ്പത്തിൻ്റെ മാവ് പീച്ചി വയ്ക്കാം. നമുക്ക് ഈ 2 തട്ടിൽ മതി. 2 തട്ടിൽ ഉള്ളത് അധികം തന്നെയാണ്. പിള്ളേർ വൈകിട്ടൊക്കെ വേണമെങ്കിൽ കഴിക്കാം, വൈകിട്ട് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാം. നമുക്ക് 4 പേർക്കല്ലേ, 4 പേർക്ക് ഈ രാവിലെ ഒന്നും ആരും അങ്ങോട്ട് കഴിക്കത്തില്ല. എല്ലാവരും രണ്ടെണ്ണം തന്നെ ബുദ്ധിമുട്ടി കഴിക്കുന്നതാണ് രാവിലെ എല്ലാവരും. ബാക്കി അങ്ങനെ ഇരിക്കും. ഇടയ്ക്ക് അങ്ങനെ കുഞ്ഞ് ചോദിക്കുമ്പോഴോ ഒക്കെ ആയിട്ട് കൊടുക്കാം. ബാക്കിയും കൂടെ വാരി വെച്ച് നമുക്ക് പീച്ചായി. എനിക്ക് മടിയുള്ളൊരു കാര്യമാണ് സത്യം പറഞ്ഞാൽ, ഈ പൊടിയൊക്കെ വെച്ച് കുഴച്ച് ഉണ്ടാക്കാൻ. ഇടിയപ്പം എനിക്കുണ്ടാക്കാൻ ഭയങ്കര മടിയെന്നല്ല, എന്നാലും അത്ര ഞാൻ എളുപ്പവഴി നോക്കും. എന്നാലും ചപ്പാത്തിയും പിന്നെ ചെയ്താലെല്ലാം ഈസിയാണ്. പിന്നെ പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ എളുപ്പമാണല്ലോ. അല്ലാതെ മാവ് അല്ലെങ്കിൽ നമ്മൾ ഇടിയപ്പപ്പൊടിയെന്ന് പറഞ്ഞ് വാങ്ങി ഇത് ചെയ്യണം. നമ്മളിപ്പോൾ പുറത്ത് മില്ലിൽ പൊടിക്കാൻ കൊടുത്താലും നമ്മൾ പൊടിച്ച് കൊണ്ടുവന്നിട്ട് വറുത്ത്, നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ എന്താ പറയുക, വെള്ളത്തിൽ നിന്ന് വാരി ഒന്ന് വെള്ളം തോർത്തിയിട്ട് കൊണ്ട് മില്ലിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ പൊടിച്ച് വറുത്തൊക്കെ കിട്ടുന്നതുകൊണ്ട്. ഇവിടെ ഒന്നും അങ്ങനെയല്ല. ഇവിടെ നല്ലതുപോലെ ഉണങ്ങിയാൽ മാത്രം അവർ പൊടിച്ച് തരും. അതും പൊടിക്കുന്നത് അങ്ങനെ നൈസായിട്ട് പൊടിക്കും. കാരണം നമ്മൾ ഗോതമ്പൊക്കെ എങ്ങനെയാണ് പൊടിച്ചെടുക്കുന്നത് അതേപോലെ ആ ഒരു മെഷീനിൽ തന്നെ ഇട്ടല്ലേ ഇവർ ചെയ്യുന്നത്. നാട്ടിലങ്ങനെയല്ലല്ലോ. അരി പൊടിക്കാനായിട്ട് അപ്പത്തിന് പൊടിക്കുന്നത് വേറെ, എന്താ പറയുക, പുട്ടിന് പൊടിക്കുന്നത്
നമ്മളങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ഇതിലാണല്ലോ പൊടിച്ച് തരുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളാണ്. അപ്പം ഇനി ഇതെടുത്ത് ഇഡ്ഡലി പാത്രത്തിനകത്തോട്ട് വെക്കുന്നതാണ്. ഞാൻ ആ ഇഡ്ഡലി പാത്രമൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കത്തിച്ച് വെച്ചിരിക്കുക. അപ്പോൾ ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് എടുത്ത് വെക്കുന്നതാണ് റിസ്ക്. കാരണം അതിൻ്റെ ആ പിടിയില്ലാത്തത് കാരണമേ വെക്കാൻ അങ്ങനെ ഒരുവിധം ഞാനതൊക്കെ ഒന്ന് വെക്കട്ടെ. അപ്പോൾ എല്ലാവരും അവിടുന്ന് ഇവിടുന്നൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. കാരണം ഡ്യൂട്ടിക്കൊക്കെ പോകാനൊക്കെ സമയമായി. ചെറിയ ആൾ എഴുന്നേറ്റ് വന്നു. പിന്നെ എഴുന്നേക്കാൻ താമസിക്കുന്നത് മൂത്താളേ ഉള്ളൂ. ഇപ്പോൾ സ്കൂൾ വെക്കേഷനല്ലേ, അതുകൊണ്ട് പുള്ളി താമസിച്ചൊക്കെ എഴുന്നേൽക്കും. ഞാനും വിളിക്കത്തില്ല, സ്കൂൾ അവധിയൊക്കെ അല്ലേ, ഉറങ്ങട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ 2 തട്ടിലും സെറ്റാക്കി വെച്ചു കേട്ടോ. അത് അവിടെ നിന്ന് വേവട്ടെ. അങ്ങനെ ഒരു 10-15 മിനിറ്റ് വേവാനായിട്ട് വെച്ചു. അത് അടയ്ക്കാനും പാടാണ്. അതിങ്ങനെ 2-3 വട്ടം അതിൻ്റെ അടപ്പിനൊന്നും ഇഡ്ഡലി പാത്രത്തിൻ്റെ അടപ്പിനൊന്നും അത്ര കട്ടിയില്ലാത്തതുകൊണ്ട് അത് 2-3 വട്ടം വീണ് ഒരുമാതിരി അടയ്ക്കാനൊക്കെ ഭയങ്കര പാടാണ്. അങ്ങനെ ഞാൻ പിന്നീട് ആ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ച് കഴുകിയൊക്കെ എടുത്തു. അങ്ങനെ രാവിലത്തെ കറി ഉള്ളത് കാരണം രാവിലെ ഇടിയപ്പം റെഡിയായി. ഇനിയിപ്പോൾ ഉച്ചയ്ക്കത്തെ പരിപാടി ഇനിയിപ്പോൾ രാവിലെ കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഒക്കെ നോക്കിയിട്ട് അലക്കും പറക്കും ബാക്കിയൊക്കെ നോക്കിയാൽ മതി. രാവിലത്തേക്കുള്ള കറിയൊക്കെ റെഡിയാണെങ്കിൽ പിന്നെ നമുക്ക് ടെൻഷനില്ല. രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ 2 ചപ്പാത്തിയോ ഇതുപോലെ ഇടിയപ്പമോ ഒക്കെ ഉണ്ടാക്കിയാൽ നല്ലതാണ്. അപ്പം നമുക്കിനി 10-15 മിനിറ്റായി. എൻ്റെ ഇടയ്ക്കൊന്ന് നോക്കാം. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഫ്രിഡ്ജിലിരുന്ന് ചിക്കൻ കറി എടുത്തുകൊണ്ട് ഒന്നൊന്ന് ചൂടാക്കി ഒക്കെ എടുത്തു. അങ്ങനെ ഇടിയപ്പം അവിടെ ഇരുന്ന് വേവുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഞാൻ കാസറോളൊക്കെ എടുത്ത് വെച്ചു. ഇടിയപ്പമൊക്കെ തട്ടിയിടാനായിട്ട് എടുത്ത് വെച്ചു. തുറന്ന് നോക്കട്ടെ. അപ്പം അങ്ങനെ ഇടിയപ്പം റെഡിയായി കേട്ടോ. കണ്ടോ, നല്ലൊരു കളറും നല്ലൊരു ഇതായിട്ട് അല്ലേ. അപ്പം ഞാനത് മൊത്തം അന്നേരം തന്നെ കാസറോളിനടുത്തോട്ടൊന്ന് മാറ്റി കഴിഞ്ഞിട്ട് എല്ലാവർക്കും കണ്ടോ നല്ല സൂപ്പർ മയമുള്ള ഇടിയപ്പമാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഇനി ചെറിയ ആൾക്ക് ഞാൻ ഭക്ഷണമൊക്കെ കൊടുക്കട്ടെ. അത് കുറച്ച് നേരം ഒരു 1-1.5 മണിക്കൂർ എടുക്കുന്ന അംഗമാണ്. TV വെച്ച് കൊടുക്കണം. അവൻ പറയുന്നത് പോലെ പല വീഡിയോസ് മാറ്റി കാർട്ടൂൺ വെച്ച് കൊടുക്കണം. 1 വെക്കുമ്പോൾ അതല്ല 2 എന്നാലേ വല്ലതും വയറ്റിലോട്ട് പോവുകയുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുക്കട്ടെ. അപ്പം എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ടാറ്റാ ബൈ ബൈ.